അസ്സാം വലൈക്കും വറഹമത്തുള്ള. UA ചാനലിലെ എക്സ് എത്തീസ്റ്റ് ഇൻ്റർവ്യൂവിൽപ്പെട്ട 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ ഹംസ കാഞ്ഞിരപ്പള്ളി. അദ്ദേഹം ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ടുള്ള ഫ്രീ തിങ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സജീവമായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. കുറച്ചു കാലം അഡ്മിനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം എത്തീസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട, എത്തീസ്റ്റുകളുടെ കൂടെ യുക്തിവാദത്തെ അനുകൂലിച്ചുകൊണ്ട് മതത്തെ വിമർശിച്ചുകൊണ്ടൊക്കെ ജീവിതത്തിന്റെ വലിയൊരു സമയം അദ്ദേഹം ചിലവഴിച്ചത് നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളിലേക്ക് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കിടക്കുന്നത്. ആദ്യമായി ഹംസ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിക പശ്ചാത്തലത്തിലാണല്ലോ ജനിച്ചത്. ഒരു ഇസ്ലാമിക കുടുംബത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വളർന്നത്. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് യുക്തിവാദത്തെക്കുറിച്ച് അറിയുന്നതും അതിന് ഒരു എക്സ്പോഷർ കിട്ടുന്നതും, എന്നിട്ട് അതിനുശേഷം ഒരു യുക്തിവാദിയായി, വെറുമൊരു യുക്തിവാദിയായി സ്വന്തം കാര്യം നോക്കി പോകാൻ മാത്രമല്ല, ഒരു സജീവ യുക്തിവാദത്തിന്റെ പ്രചാരകനായി മാറുന്നൊരവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് വിശദീകരിക്കുക. പൊതുവെ ആളുകൾ യുക്തിവാദത്തിലേക്ക് എത്തിപ്പെടുന്ന പല കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കാരണങ്ങൾ മാത്രം പോലും ആയിരിക്കില്ല. ഈ പല ആളുകൾക്കും പല കാരണങ്ങളായിരിക്കും. ആ കാരണങ്ങളിൽ തന്നെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ഉണ്ടായിരുന്ന ചെറുപ്പത്തിലുണ്ടായിരുന്ന വായന, അതിൻ്റെ ഇതുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പുരോഗമന സാഹിത്യങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെയാണല്ലോ വായിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിലൊരു വളരെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യം, ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് നമ്മൾ കുറേ കൂടിയും വേറെ രീതിയിൽ നമ്മൾ എന്താണെന്നുള്ളൊരു അന്വേഷണം. ഇപ്പം നമ്മൾ ആരാണ്, ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചുള്ളിക്കാടൊക്കെ പറയുന്ന പോലെ, ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനുഷ്യനെക്കുറിച്ച് തന്നെയാകുന്നു പറയുന്നത് എന്ന് പറയുന്ന പോലെ, മനുഷ്യൻ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് തന്നെയാണ് സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അവൻ്റെ അസ്തിത്വം, അതിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല സംശയങ്ങൾ, പല ചോദ്യങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾക്ക് അക്കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷേ കുറേ കൂടി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ, ചിന്തകന്മാർ, അവരൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രത്യേകിച്ച് മാർക്സ്, എംഗൽസ്, അങ്ങനെയുള്ള കുറേ ആ മേഖലയിൽ നിന്നുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയൊക്കെ ഇതിലാണ് നമ്മൾ അത്തരം വായനകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ സമാന്തരമായ മറ്റൊരു വായന ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പൊതുവായി അത്തരം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വായനകൾ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും മറ്റൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു മാർക്സിസത്തിൻ്റെ, ഭൗതികശാസ്ത്രത്തിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭൗതികവാദപരമായിട്ട് തന്നെ അതിനെ സമീപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ അഭൗതികമായിട്ടുള്ള ഇതിനെ എല്ലാം ഒരു തരത്തിൽ നിരാകരിക്കുന്ന ഒരു തലത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ, ഞാൻ പറഞ്ഞു, പലർക്കും പല കാരണങ്ങളുണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെട്ട എത്ര യുക്തിവാദികളുണ്ടോ എന്ന് എനിക്കറിയില്ല. പലർക്കും പലതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വന്തത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണല്ലോ, ഞാൻ ആരാണെന്നുള്ളൊരു അന്വേഷണമാണല്ലോ നിങ്ങളെ ഇടതുപക്ഷ ചിന്തകളിലേക്ക് എത്തിച്ചത്. ഈ ഇടതുപക്ഷ ചിന്തകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ള ആരെങ്കിലും ചിലപ്പോൾ ഇടതുപക്ഷത്തിലുള്ള ആളായിരിക്കും, അങ്ങനെ സ്വാധീനിക്കപ്പെട്ടതായിരിക്കാം. ഈ ചിന്തകന്മാരെയും ഈ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാട്ടിലെ ഏതെങ്കിലും ചില ആളുകളുമായിട്ടുള്ള സൗഹൃദ ബന്ധമായിരിക്കാം അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നയിച്ചത്. ഇതിലെന്താണ് ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക്, ഒരു ഭൗതികവാദവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒരു ചിന്താഗതി, ഒരു ഇടതുപക്ഷത്തിലേക്കുള്ള ചായ്വ് എങ്ങനെയാണ് കടന്നു വരുന്നത്? അതിനെ എന്താണ് സ്വാധീനിച്ചത്? അത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു ഇടതുപക്ഷ വളരെ ഡീപ്പായിട്ട് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ നമ്മൾ പുസ്തകങ്ങൾ പൊതുവെ അന്വേഷിച്ച് പോകുമ്പോൾ എത്തിപ്പെടുന്നത് അത്തരം ഒരു സ്ഥലത്തേക്കാണ്. കാരണം നമുക്കിത് എന്താണെന്ന് അറിയാനുള്ള ഇത് പലപ്പോഴും നമുക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒക്കെ നാടുകളിൽ ചില ക്ലബ്ബുകൾ ഉണ്ടാവും, ഇപ്പൊ വായനാശാലകൾ, അവിടെയൊക്കെ അധികം ഉണ്ടാവും ഇങ്ങനത്തെ ഇടത് ബുദ്ധിജീവികൾ. വായനശാലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സുഹൃത്ത് ബന്ധത്തിൽ ഇപ്പം നമ്മൾ സീനിയറായിട്ട് ആ മേഖലയിൽ ഈ ഒരു ഇടതുപക്ഷ വായനയുടെയും
ഇതിൻ്റെയൊക്കെ ഒരു മേഖല കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ പ്രദേശത്ത്. നമ്മളുടെ പ്രദേശത്ത്. അങ്ങനെ ഞങ്ങളെ പ്രദേശത്ത് മൊത്തം ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. വായിക്കുന്ന എല്ലാവരിലും ഈ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതിലൊരാളായി ഇരുന്നു ഞാൻ. പലരും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്ന ആളുകളുമാണ്. അത് ഇതിൻ്റെ യുക്തിവാദികൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവിശ്വാസികളായിട്ടും ചില തുടരുന്ന ആളുകളൊക്കെ ഉണ്ടായില്ല. പലരും തിരിച്ച് ചിന്തിച്ചവരുണ്ട്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ മേഖലകളിൽ നിലനിന്നിരുന്ന വായനയുടെയും ഒരു വായനാ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിലെത്തിച്ചേരുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്നാണ്, ഇപ്പോൾ ഇസ്ലാമിക പശ്ചാത്തലത്തിലാണല്ലോ ജനിച്ചത്. അപ്പോൾ ഈ യുക്തിവാദ സ്വാധീനം നിങ്ങൾ ഉണ്ടാകും, ഇത് ഒരു പ്രത്യേക നിമിഷത്തിലായിരിക്കുമല്ലോ നിങ്ങളിത് പുറത്ത് പറയുന്നത്. അതായത് അതുവരെ നമ്മൾ അന്വേഷണങ്ങളിലായിരിക്കും, വായനകളിലും ചർച്ചകളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഇനി എനിക്ക് ഇസ്ലാം പറ്റില്ല, എനിക്ക് ആദർശമായി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിയായി ഞാൻ യുക്തിവാദത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നൊരു നിമിഷം ഉണ്ടാവുമല്ലോ. ആ നിമിഷം എങ്ങനെയായിരുന്നു? അതോടൊപ്പം ആ ഒരു പ്രത്യേകമായൊരു പ്രഖ്യാപനം, ഒരു കുറച്ച് വിപ്ലവകരമായൊരു പ്രഖ്യാപനമാണ്. ആരും അങ്ങനെ ഒരു ധൈര്യത്തോടു കൂടി ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് കുടുംബക്കാരുടെ പ്രതികരണം അറിയില്ല, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ അതിനോട് പ്രതികരിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? നമ്മൾ സ്വാഭാവികമായൊരു വിശ്വാസനഷ്ടം പതുക്കെ അതൊരു ഇപ്പം നമ്മൾ പറയുന്ന ഒരു പെട്ടെന്നൊരു മൂവ്മെന്റിൽ ഉണ്ടാവുന്നതല്ല. പെട്ടെന്ന് മൂവ്മെന്റിൽ ഉണ്ടാവുന്ന ആളുകളുണ്ട്. നമ്മൾ പറയല്ല, അച്ഛൻ സിനിമക്ക് പോയതിന് പിടിച്ചടിച്ചു, ഉടനെ പോയി നക്സലൈറ്റ് ആയി എന്നൊക്കെ പറയുന്ന എക്സ് മുസ്ലിം, അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട്, അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട്. അപ്പം അങ്ങനെയല്ല, നമ്മളിതിൽ വളരെ പതുക്കെ ഉണ്ടായിട്ടില്ല. നമ്മളിത് പുറത്തേക്ക് നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇത് പുറത്തേക്ക് വരുന്നത് ശരിക്കും സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയ സജീവമാകുന്നു, ഫേസ്ബുക്ക് തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2009 നമ്മൾ ഫേസ്ബുക്കിൽ പ്രവേശിക്കുന്നത്, അവിടുന്ന് തുടങ്ങിയ പരിപാടി. അപ്പം അതിൽ നമ്മൾ ചില മറകളൊക്കെ വെച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പം സത്യത്തിൽ നമ്മൾ ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. വേറെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് മുസ്ലിങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്യണ്ട, ഇസ്ലാം മതത്തെ, പകരം നമുക്ക് ജമാഅത്ത് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അവരാണല്ലോ കുറേ കൂടി അതിൽ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ ആയിരുന്നത്. പിന്നീട് ഈ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ കുറേയൊക്കെ പരസ്യമായിട്ട് തന്നെ ആ നിലയ്ക്ക് തന്നെ ഇതാക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് വലിയ അറിവില്ലാത്ത മേഖലയായിരുന്നു ഖുർആന്, ഹദീസൊക്കെ. ഞാനതൊന്നും സംസാരിച്ചിരുന്നില്ല. നമ്മൾ സാമൂഹ്യ രാഷ്ട്രീയ പിന്നെ ഈ തത്വശാസ്ത്രവും ഒക്കെ തത്വത്തിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പം സോഷ്യലി പൊളിറ്റിക്കലി എങ്ങനെയാണ് ഒരു മതം മനുഷ്യന് നെഗറ്റീവായി തീരുന്നത് എന്നുള്ള നിലക്കാണ് അവിടെ നമ്മളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നൊരു കാര്യം. അപ്പോൾ എനിക്കറിയാത്തൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഖുർആനായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചക്കും പോകാറില്ല. നമുക്ക് വലിയ ധാരണയൊന്നുമില്ല അതിൽ. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് അത് നമ്മൾ സജീവമായിട്ട് പുറത്തേക്ക് വരുന്നത്. മറ്റേ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു പ്രചാരണം എന്നുള്ള അതിനൊരു സാധ്യത ഒന്നുമില്ലോ. അങ്ങനെ ഒരു പ്രാസംഗികനോ അങ്ങനെ ഒരു എഴുത്തുകാരനൊന്നല്ല. പിന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്നതോടുകൂടി വളരെ ഈസിയായി. കാരണം ഈ ഇതിലാണെങ്കിൽ പോലും ടൈപ്പ് ചെയ്യുക എന്നുള്ളൊരു മടി പിടിച്ച പരിപാടിയാണ്. അത് മടിയന്മാർക്ക് പറ്റിയ നമ്മളെ പറ്റിയ ആൾക്കാർക്ക് പടിയല്ല. മറ്റേതാകുമ്പോൾ ഇങ്ങനെ നമ്മളായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പം അങ്ങനെ പിന്നെ അതിൽ വളരെ സജീവമായി. അത് അത്തരം ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോയിട്ട് ഇസ്ലാമിക വിമർശനങ്ങളിൽ മുസ്ലിങ്ങളുടേതായ ഗ്രൂപ്പുകളിൽ നമ്മളവരെ ആഡ് ചെയ്യും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ യുക്തിവാദത്തെ പ്രതിനിധീകരിച്ചാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുകയാണ്. വിമർശിക്കുമ്പോൾ പലപ്പോഴും എനിക്കതിലുള്ള ഞാൻ കടന്നാക്രമിക്കുന്നില്ല എന്നുള്ളത് യുക്തിവാദികളുടെ ഉള്ളിൽ നിന്നുള്ള ഒരിതുണ്ട്. കാരണം ഞാൻ സോഫ്റ്റ് ആയിട്ടാണ്. അതായത് ഇപ്പം ഈ ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയല്ലോ, വളരെ അരഗൻ്റായിട്ട് പടച്ചോൻ പൊട്ടനാന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ മുഹമ്മദ് നബി ശ്രീലംബട നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രശ്നമുള്ള സാധനമാണ്. അങ്ങനെയൊന്നും ഞാൻ ഒരു കാലത്തും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആക്രമണത്തിൻ്റെ അതായത് എൻ്റെ രീതികളൊക്കെ അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ആക്രമണത്തിന് ശക്തി പോരാ എന്നുള്ള ഒരു ആരോപണം പിന്നീട് ഉണ്ടായി വന്ന്. അത് അക്കാലത്ത് ചില ആളുകൾ അങ്ങനെ ആക്രമിച്ച് സംസാരിക്കുന്ന ആളുകൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. വാട്സപ്പിൽ യുക്തിവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ സജീവമായിട്ടുണ്ട് തോന്നുന്നു. ചിലരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ അവരായിട്ടൊന്നും അങ്ങനെ നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്യമായി ആ രംഗത്തേക്ക് വരുന്നത് ഈ ഒരു ഇതിൽ നിന്നാണ്. അപ്പൊ സോഷ്യൽ മീഡിയയാണ് ഇതിലേക്ക് വഴിയൊരുക്കുക, ഒരു പരസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇതിലേക്ക്. ചർച്ചകൾക്കും ഇതിനും. അങ്ങനെ നമ്മൾ പരസ്യമായിട്ട് പിന്നീട് വീട്ടിലും നമ്മളെ കുടുംബത്തിനകത്തൊക്കെ ഇത് വരുമ്പോൾ പോലും എനിക്ക് വലിയ കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. ഞാൻ എൻ്റെ ഉപ്പാക്കും 10 മക്കളാണ്. അപ്പം ഞാനൊരാള് ഞാൻ തന്നെ പറയും ഞാൻ തല തിരിഞ്ഞ് അങ്ങനെ അവരൊക്കെ വളരെ റിലീജിയസ് ആയിട്ടുള്ള വളരെ വിശ്വാസമുള്ള വളരെ ഇതിൽ പോകുന്ന ആളുകളാണ്. ഇപ്പൊ ജബ്ബാർ മാഷൊക്കെ പറയണ മാതിരി എന്റെ തലവെട്ടാൻ കുറെ ആളുകൾ നടക്കണം, അങ്ങനൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല. അതെനിക്ക് അനുഭവം ഉണ്ടായത് ഒരു പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അടുപ്പുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പല ഇതുകളുണ്ടായിട്ട്. പക്ഷെ അത് നമ്മൾ ഇതൊക്കെ പ്രൊവോക്ക് ചെയ്യും, തിരിച്ചങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ഇത് ശക്തമാവുക. നമ്മളതിനെ വളരെ സൈലന്റ് ആയിട്ടാണ് നേരിട്ടത്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഈ സാറോ ജോസഫ് തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് നമ്മളെ ചെറുപ്പക്കാരെല്ലാം കൂടി നമ്മളിറക്കി അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ആ മേഖലയിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് അതിൽ വിഷമമുണ്ടായി. നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. അപ്പം അങ്ങനെ ചില ഇതുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. നമ്മളതൊക്കെ വളരെ സമാധാനപരമായി നേരിട്ടു. അപ്പോൾ പ്രൊവോക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനത്തെ പ്രശ്നം പോലും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ പള്ളി പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ടൊക്കെ സംവാദങ്ങൾ അവരൊക്കെ ഇരുന്ന് തർക്കിക്കാറുണ്ട്. അവരൊക്കെ അത് അങ്ങനെ ആ രീതിയിൽ വെറും വൈജ്ഞാനികമായ ചർച്ചകൾ മാത്രമേ. ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടുള്ള വ്യക്തിപരമായിട്ട് നമ്മളോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായം ഒന്നും വെക്കേണ്ട കാര്യമല്ല ഇതിൽ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇടപെടലുകളിലൂടെ സ്വയം ഒരു യുക്തിവാദിയായി മറ്റുള്ളവരുടെ മുമ്പിൽ രംഗപ്രവേശനം ചെയ്യുകയും യുക്തിവാദത്തിന് വേണ്ടി ഇങ്ങനെ ശക്തിയുക്തം വാദിക്കുകയും ചെയ്തിരുന്നൊരു സന്ദർഭത്തിൽ അന്ന് നിങ്ങൾക്ക് യുക്തിവാദത്തെക്കുറിച്ചുണ്ടായിരുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ യുക്തിവാദം എന്താണ്, യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക, അതിൻ്റെ ഒരു രീതിശാസ്ത്രം എങ്ങനെ. ഇപ്പം നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ അലട്ടിയിരുന്ന പ്രശ്നം ഖുർആനോ ഹദീസുകളോ അല്ല, അതിലുള്ള ആശയങ്ങളോ അല്ല, നേരെ മറിച്ച് സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മതത്തിന് നൽകാൻ കഴിയുന്നുണ്ടോ, ഇതില്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരു നിരീശ്വരവാദിയായിരുന്ന സമയത്ത്. അതുകൊണ്ടാണ് നിരീശ്വരവാദത്തിന് വേണ്ടി ശക്തിയുക്തം വാദിച്ചത്. എന്നാൽ അതോടൊപ്പം യുക്തിവാദം എന്താണ്, അതിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഒരു മേഖലയിലേക്ക് പോയത്. പക്ഷേ ഇന്നത്തെ ചില ആളുകൾ, യുക്തിവാദികളായി സ്വയം പരിചയപ്പെടുത്തുന്ന ചില ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഈ യുക്തിവാദത്തിൻ്റെ ആ രീതിശാസ്ത്രമാണോ, മെത്തഡോളജി ആണോ അവർ പിന്തുടരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൽ കുറേ കാറ്റഗറികൾ ഉണ്ട്. ഇതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് നിരീശ്വരവാദികൾ. അപ്പം ഞാൻ തന്നെ യുക്തിവാദികളുടേതായ ഗ്രൂപ്പുകളിൽ ഒരുവിധമുള്ള എല്ലാ അങ്ങനത്തെ ഗ്രൂപ്പുകളിലും സജീവമായത്. ഇപ്പോൾ ഗ്രീൻ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ നമുക്ക് സംവാദത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസും അതായത് ഡോക്യുമെൻസുകൾ കാര്യങ്ങളൊക്കെ കിട്ടാനും ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പ് പോലെ. ഇന്റലക്ച്വൽ ഒന്നല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതായത് ഇതാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു സംവാദം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മേഖലയിൽ എക്സ്പേർട്ടായുള്ള ആളുകളെ വേണമെങ്കിൽ അവിടെ ചോദിച്ചാൽ കിട്ടും അതിൻ്റെ ആളുകൾ. ഇപ്പോൾ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി ഈ വിഷയങ്ങളാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇതിലാണ് ഒരു സംവാദം നടക്കുന്നത് വെച്ചെങ്കിൽ അവിടേക്ക് വന്നാൽ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെ ഗ്രൂപ്പിലൂടെയാണ് ഈ അങ്ങനെയുള്ള ഇതുകളുണ്ട്. അതുകൂടാതെ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഇത് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഇതുകളാണ്, ഡോക്യുമെന്റ്സുകൾ. ഇപ്പം നമുക്ക് ചോദിച്ചാൽ സർവറ വരും. നമുക്ക് ഖുർആൻ കുറേ പേപ്പറുകൾ തരും ഏതെങ്കിലുമൊക്കെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ പൊതുവെ ഞാനതിൽ പോയിട്ട് ചില കവിതയൊക്കെ ചൊല്ലിയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളങ്ങനെ തർക്കിക്കണമല്ലോ. ഈ ഡാറ്റ ഒരു ഡാറ്റ എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിയാക്കിയ ഒരു സാധനമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയുടെ മേലെ നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാലത്തുമില്ല. അപ്പം നമ്മൾ ഈ ഒഴിവ് സമയത്തൊക്കെ അതിൽ വന്നിരുന്നു സംവാദത്തിൻ്റെ ഇടയിൽ ഒരു വിശ്രമവേളകൾ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ നമ്മൾ പോയിട്ട് പാട്ട് പാടും, കവിതയില്ല. അപ്പം അവിടെ അങ്ങനത്തെ ഉള്ള കുറേയും കൂടിയും അങ്ങനെ ഒരു ഇതാക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറില്ല. അതായത് നിരീശ്വരവാദികൾ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. അതിലൊരു കാറ്റഗറി ഇങ്ങനെ ഒരു വിമർശനം, മതവിമർശനം എന്നത് മാത്രം ഒരു പ്രധാനപ്പെട്ട തൊഴിലാക്കാതെ വേറെയുള്ള ഇപ്പൊ കവിത അങ്ങനെയുള്ള എന്റർടൈൻ ഇതിൽ കൂടി അങ്ങനെ കുറച്ച് ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ആസ്വദിക്കുന്നവർ കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ പേഴ്സണലി കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അടുപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
അപ്പോൾ അതിൽ ഈ ഇത് ഞാൻ ഇത് റിയലൈസ് ചെയ്യുന്നത്, അതായത് ഞാൻ ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുക്തിവാദം തന്നെയാണോ എന്നുള്ളതിൽ എനിക്ക് സംശയം തുടങ്ങുന്നത് ഇത്തരം ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചില ചർച്ചകളുണ്ട്, യുക്തിവാദികൾ മാത്രമായിട്ടില്ല. അതിൽ ഒരിക്കൽ യുക്തിവാദികൾ പരസ്പരം നടക്കുന്ന ചർച്ചകളിൽ ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും അവർ തമ്മിലുണ്ട്. അപ്പോൾ അതിൽ ഗാന്ധിജിനെ കൊന്നതിനൊക്കെ യുക്തിവാദിയായ ഒരാളിരുന്നിട്ട് ഇങ്ങനെ അതിനൊക്കെ ഭയങ്കര അത് കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ഭയങ്കര ഗാന്ധിയുടെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ ഗാന്ധിന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഗാന്ധിജിനെ കൊന്നത് ഇപ്പം നമ്മൾ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗോഡ്സെ വാദമാണ്. അതെ, അതായത് ഗോഡ്സെയെ പോലെ ചിന്തിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഗോഡ്സേക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഗാന്ധിനെ കൊന്ന് ശരിയാണെന്ന്. ഈവൻ കുറച്ചുകൂടി സോഫ്റ്റ് ഹിന്ദുത്വമുള്ള ആളുകൾ പോലും ചിലപ്പോൾ പറയില്ല. അപ്പോൾ അതൊക്കെ അവിടെ അംഗീകരിക്കപ്പെടുന്നു എന്ന് അപ്പോൾ അതിനെ ഞാൻ വിമർശിക്കുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വലിയൊരു വിഭാഗം യുക്തിവാദികൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ വന്നതിൽ പിന്നെ നമ്മൾ ഈ അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രചാരണം ഒരു ഘട്ടത്തിൽ നടന്നപ്പോൾ ഞാൻ അതിൽ ഇടപെട്ട് പറഞ്ഞു, ഞാൻ മദ്രസ പഠിച്ച ആളാണ്, അവ തീവ്രവാദമല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കുറേ ഇതുകൾ അപ്പോൾ അവർ പിന്നെ എന്നോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും സ്വത്വബോധം നിങ്ങളത് പോയിട്ടില്ല, പഴയ ഉള്ളിലെ എവിടെയോ ഉറങ്ങിക്കിടുന്നു ഭീകരവാദി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ അവിടുന്ന് പുറത്താക്കി, ആ ഗ്രൂപ്പ് പുറത്താക്കി, ഈ ഒരു ചർച്ചമ്മ എന്നെ പുറത്താക്കിയവർ. അപ്പോൾ അപ്പോഴും നമ്മൾ യുക്തിവാദത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത്. അപ്പോൾ ഈ ചോദ്യം ഉണ്ടായി, അതിനകത്തുനിന്ന് എന്നെ പുറത്താക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതൊരു സ്പ്ലിറ്റ് ആവണം ആ ഗ്രൂപ്പ്. അതിൽ നിന്ന് വലിയൊരു വിഭാഗം എന്നെ പുറത്താക്കിയ ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ട് അവിടെ സംസാരിക്കുകയും ചെയ്ത് വീണ്ടും തിരിച്ചെടുത്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റന്നാളേട്ടം വീണ്ടും ഈ പ്രശ്നം പൊങ്ങി വന്നു, വീണ്ടും ചർച്ച വന്നു, വീണ്ടും പുറത്താക്കിയപ്പോൾ അത് ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ അതിന് എക്സിറ്റ് അടിച്ചു പോന്ന് ഞങ്ങൾ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി, വീണ്ടും യുക്തിവാദം അങ്ങനെ കാര്യങ്ങൾ ചർച്ചകളായിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു. ഡയർ ടു തിങ്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അത് യുക്തിവാദികൾ അവർ ആരൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ വീണ്ടും ഇതൊക്കെ സജീവമായിട്ട് പോകുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് വെറും ഒരു മുസ്ലിം വിമർശനമല്ല, യഥാർത്ഥത്തിൽ ഒരു മതവിമർശനം എന്നതിൽ കവിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച സാധം ഇതല്ല, നേതി ഇതല്ല എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച യുക്തിവാദം പോലും അല്ല അത് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. ഇത് ഒരു മുസ്ലിം വിരുദ്ധത എന്നുള്ളൊരു ഇതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഇത് മറ്റെന്തോ സ്വാധീനമാണ്, യുക്തിവാദത്തിന്റെ സ്വാധീനം അല്ല ഇതിനകത്ത്. കാരണം യുക്തിവാദമാണെങ്കിൽ യുക്തി വെച്ചിട്ടാണല്ലോ. അതെ, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവിടെ പറയേണ്ടത്. അപ്പോൾ അത് ആ രീതിയിലായിരിക്കും. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയാണെങ്കിൽ പോലും അങ്ങനെയല്ലോ വരേണ്ടത്. അപ്പൊ ഇതങ്ങനല്ല. ഇത് നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയുടെയൊക്കെ ഇതായിട്ടുള്ള അതിന് വിധേയപ്പെട്ടിട്ട് സ്വതന്ത്രമായിട്ട് അതിനെ സ്വാംശീകരിച്ചുകൊണ്ട്, അതായത് സാംസ്കാരികമായിട്ട് അതിനെ സ്വാംശീകരിക്കപ്പെട്ട, അതിന് വിധേയപ്പെട്ട ഒന്നായി അങ്ങനെയുള്ളൊരു ഇതായിട്ടാണ് എനിക്കത് പിന്നെ മനസ്സിലായത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നീട് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന് തിരിച്ചറിവ് ഈ സോഷ്യോ പൊളിറ്റിക്കലായിട്ടാണ് നമ്മളിതിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് സംഘപരിവാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അവർ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക. അപ്പോൾ അത് തന്നെയല്ലോ ഉപരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാർ അജണ്ടകൾക്ക് മുസ്ലിം അപരവൽക്കരണത്തിന് ആ ഒരു നറേറ്റീവിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പോലും അറിയാതെ. ഇപ്പൊ ജബ്ബാർ മാഷ് ഒരു പക്ഷേ പോലുള്ള ഒരാൾ ഒരു പക്ഷേ സംഘപരിവാർ വിരുദ്ധനായിരിക്കും, പക്ഷെ അയാൾ ചെയ്യുന്ന പണി എന്താണ്?
അതായത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾ ഭയങ്കര പ്രശ്നക്കാരാണെന്നും ആകുന്നതോടുകൂടിയാണ് ഹിന്ദുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വിഭാഗത്തെയും മറ്റു വിഭാഗങ്ങളെയും ഉം. ഈവൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ ഒന്നിപ്പിക്കുക ഉം. എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട, അതായത് അതായത് അവര് സംഘപരിവാർ അജണ്ട. അവരുടെ അജണ്ടകൾക്ക് ഇവര് വളം ഇട്ട് കൊടുക്കും. അവരുടെ കോടാലിക്കൈയായിട്ട് പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറയും. അതായത് അവരുടെ പ്രൊപ്പഗണ്ടയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് ഇവർ അറിയുന്നില്ല. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഇവരെന്താണ് ഒരു ജബ്ബാർ മാഷ് വിഭാഗം ഉം. ഇതിലെ സംഖ്യവൽക്കരണത്തിനെതിരെ ഉം. ഒരു ഇതൊക്കെയാണ്. ഉം. പക്ഷെ ഇതൊരു 5-8 വർഷം മുമ്പ് മനസ്സിലാക്കിയുള്ള ഒരാളാണ് ഉം. ഞാൻ. ഉം. ഉം. അങ്ങനെ അതിൽ നിന്ന് ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ട് വിശ്വാസത്തിലേക്ക് വരല്ലേ ചെയ്യണത്. അപ്പോഴും ഞാൻ നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവിശ്വാസിയായിട്ട് തന്നെ തുടരണം. അപ്പൊ ഈ ജബ്ബാർ മാഷും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പും ഇത് തന്നെയാണ്. ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു നിലക്കും അതൊരു യുക്തിവാദമേ അല്ല. ഉം. ഉം. അതിനങ്ങൾക്ക് ഒരു നിലക്കും അതിനെ അങ്ങനെ കാണാൻ പറ്റില്ല. ഉം. യുക്തിവാദം എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ജ്ഞാനോദയ യുക്തിവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൃത്യമായ അതിന്റെ കാര്യങ്ങളുണ്ട്. ഉം. അത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടെന്ന് പോലും അറിയില്ല. ഉം. പിന്നെ ഇവര് ഈ പറഞ്ഞ മാതിരി ഉസ്താദിനോടുള്ള പ്രതികാരം, അങ്ങനെയുള്ള പലതരം പ്രതികാരങ്ങൾ, ഈ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് ഇത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അച്ഛൻ തല്ലിയതിൻ്റെ ഭാഗമായിട്ട് നക്സലായി തീർന്ന ആളുകളെ പോലെ ഇതെന്താണെന്നറിയാതെ ഇതിനോടുള്ള ഒരു വിരോധം കൊണ്ട് അത് ചിലപ്പോൾ വളരെ പേഴ്സണലായിരിക്കാം. ഉം. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇത് ഉപേക്ഷിച്ച് വന്നിട്ട് പിന്നെ ഒരു പ്രതികാരദാഹിയായ ആലയാണല്ലോ നാഗവല്ലിയെ പോലെ. അങ്ങനെയാണ് അത്. അപ്പോൾ അത് അത്തരം ഒരു ഇതായിട്ടാണ് മൊത്തം ഒരു എക്സ് മുസ്ലിംതിൻ്റെ. അപ്പം ഇത് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ ഈ പുതിയ വരുന്ന എക്സ് മുസ്ലിം എന്ന് പറയുന്ന അവരുടെ ആളുകൾ, അതിൻ്റെ പ്രചാരകർ, അവർക്ക് കൂടുതൽ പോപ്പുലർ ആണെങ്കിൽ, കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ഉം. ഇതുവരെ ജബ്ബാർ മാഷും ഒരു പറഞ്ഞതിൻ്റെ മേലെ കയറി പറയണം, ഉം. എന്നാലും റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും വലിയ മാർക്കറ്റുള്ളൊരു സാധനമാണ്. ഉം. അതായത് ഇവിടെ ഗ്രാവിറ്റി, നമ്മൾ പറയില്ല, ഗ്രാവിറ്റി ഫോഴ്സ് പോലെ അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്ന ഒരു സാധനമാണ് ഇസ്ലാമോഫോബിയാണെന്ന്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴും ഞാൻ ഇസ്ലാമോഫോബിക്കാണ്. ഉം. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ എപ്പോഴും ഈ പ്രശ്നമുള്ള ഒരാളാണ്. പക്ഷെ നമ്മളത് പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് പ്രകടമാകുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ പലപ്പോഴും സൂക്ഷ്മത കാണിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്തരം അന്തരീക്ഷത്തിൽ കലർന്നു നിൽക്കുന്ന ഒന്നാണിത്. അപ്പോൾ ആ നിലക്ക് ഇവർക്ക് ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ട്. ഇസ്ലാം വിരുദ്ധക്ക് വലിയ മാർക്കറ്റ് ഉണ്ട്. കണ്ടമാനം ആളുകൾ ഇത് കേൾക്കാൻ ഭയങ്കര അവർക്ക് എന്തോ ഒരു സന്തോഷമാണ് ഇതൊക്കെ കേൾക്കാം. അപ്പം അത് കൂടുതൽ റീച്ച് ഉണ്ടാവണമെങ്കിൽ, പക്ഷെ ഇതുവരെ ജബ്ബാർ മാഷ് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചതിൻ്റെ മേലെ കയറി പറയണം. ഇതൊന്നും ഇവരൊരു പക്ഷെ ആഗ്രഹിച്ചിട്ട് പോലും പറയുന്ന ആയിരിക്കില്ല, ബോധപൂർവം പറയുന്നത് പോലും ആയിരിക്കില്ല. പക്ഷെ ഇവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതേ മാർഗമുള്ളൂ. ഇപ്പം നമ്മളൊരു എലിവേഷം ഇതുവരെ വിറ്റിരുന്ന എലിവേഷനായിട്ട് വീണ്ടും അതേ ശക്തിയിൽ കൊണ്ട് വിറ്റ ആൾക്കാർ മേടിക്കില്ല. അപ്പോൾ മേടിക്കണമെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള എലിവേഷം തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇറക്കണം. ആ ഒരു ഇതാണ് അതിൽ കാണുന്നത്. ഞാൻ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഈ യുക്തിവാദികൾക്കിടയിൽ സംഘപരിവാർ അജണ്ടകൾക്ക് അതിന് വിധേയപ്പെട്ടുകൊണ്ട് അതിന് പ്രചരിപ്പിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ അപ്പോഴും നിങ്ങൾ നിരീശ്വരവാദിയായിട്ട് തന്നെ തുടരുന്നു. പിന്നെ ഏത് ഘട്ടത്തിലേക്കാണ് വിശ്വാസിയാകുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്നത്? എന്താണ്, ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഈ ഇസ്ലാമിലേക്ക് ഉള്ള തിരിച്ചുവരവ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇത് നമ്മൾ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിലനിന്നിരുന്ന ഒരു ആശയത്തെ പുനഃപരിശോധിക്കുകയാണ്. ഇതിൽ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഇത് പുനഃപരിശോധിക്കണമല്ലോ. ഇത് പുനഃപരിശോധിക്കണമെങ്കിൽ ഇതിനാരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കൗണ്ടറുകൾ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിത്തീരുന്നത്? അപ്പോഴാണ് നമ്മൾ ഈ മോഡേണിസം എന്നൊക്കെ പറയുന്ന അതിൻ്റെ സ്വാധീനം, അതായത് ലിബറൽ ആശയങ്ങളുടെ സ്വാധീനം. അപ്പം അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് മനുഷ്യൻ്റെ ഒരു മൂലപ്രകൃതത്തെ കണ്ടെത്തുന്നതിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയൊരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ മോഡേണിസം എന്ന് പറയുന്നത് എന്നുള്ള നിലക്കാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്നാൽ അവർ ഓരോ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടതിലും അവർ വളരെ കൃത്യമാണ് അത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യാണ് മോഡേണിസത്തിന്റെ വക്താക്കൾ. ഓരോ ആശയത്തിനും, ഇപ്പോൾ സോഷ്യലിസം ആയാലും കമ്മ്യൂണിസം ആയാലും ജനാധിപത്യം ആയാലും മതേതരത്വം ആയാലും, ഇതെല്ലാം
ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അതിശക്തമായ, ഇപ്പൊ നിങ്ങളെ വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു 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 രാജ്യത്തിനകത്തോ ഒരു സംവിധാനത്തിനകത്തോ നിങ്ങളെ വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൊണ്ടുവന്നാലും ഒരു തെറ്റുമില്ല. കാരണം നിങ്ങളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ കൊന്നാലും പ്രശ്നമില്ല എന്നൊക്കെ കരുതുന്ന ഇതിലേക്ക് എക്സ്ട്രീം, ഇപ്പം നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം പോലുള്ള സംഭവങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവർ ഈ ആശയപ്രചാരകർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാത്തിനും ഫുള്ളായിട്ട് നിരാകരിച്ചുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, മതേതരത്വം എന്ന് നമ്മൾ പറയുന്ന ഒരു ആശയം, ഇത് ഒരു ലിബറൽ ആശയമാണല്ലോ. അപ്പോൾ ഇവിടെ മതേതരത്വം എന്ന് പറയും ഒരു സോഷ്യൽ ഹാർമണി എന്നുള്ള നിലയ്ക്ക് ഇവിടെ മതങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ വളരെ സമാധാനപൂർവ്വം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചിരുന്നതാണ് വലിയൊരു കാലഘട്ടം. ഇന്ത്യയുടെ സെക്കുലറിസത്തിന്റെ ഇന്ത്യയുടെ പ്രത്യേകത മാത്രമല്ല, ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ ഈ കുരിശ് യുദ്ധം ഒക്കെ പറയുന്ന അങ്ങനത്തെ ചില സാമ്രാജ്യത്വ താല്പര്യങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യന്മാർ പൊതുവെ സമൂഹമായി ജീവിച്ചിരുന്നത് മതങ്ങളുടെ ഇതിൽ അതൊരു സോഷ്യൽ ഹാർമണിയായി തന്നെ അങ്ങനെ ഒരു ഇത് നിലനിന്നിരുന്നു. ഇവർ പറയുന്ന മതേതരത്വം അതല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മതേതരത്വം എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന പൊതു ഇടങ്ങളിൽ നിന്നും മതങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക. പൊതു ഇടങ്ങളിൽ പാടില്ല, ഭരണഘടനയിൽ പാടില്ല, ഒന്നും പാടില്ല, ഒന്നിലും മതങ്ങൾക്ക് ഇടപെടാൻ പാടില്ല. മതങ്ങൾ നിങ്ങൾ സ്വകാര്യതയിൽ മാത്രം അനുഷ്ഠിക്കേണ്ട ഒന്നായി തീരാണ്. അതും അംഗീകരിക്കാത്ത രാജ്യങ്ങളുടെ ആയിട്ട്. ഇപ്പൊ സെർബിയയുടെ കഥ പറയുന്നത് നിങ്ങൾ രഹസ്യമായിട്ട് മതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ട് കടുത്ത ശിക്ഷകളുടെ അവിടെ ഉണ്ട്. അവിടെ കുട്ടികൾ വന്നിട്ട് നിങ്ങൾ അവിടെ എത്തിസ്റ്റ് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചൊരു നാടാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യം. അപ്പം അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് അവർ വീട്ടിൽ രഹസ്യമായി മാതാപിതാക്കളോ ആരെങ്കിലും കുടുംബാംഗങ്ങൾ മതം അനുഷ്ഠിക്കുന്നത് രഹസ്യമായിട്ട് ചെയ്യുന്നത് കണ്ട് അത് അവിടെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് സ്പെഷ്യൽ മാർക്കുണ്ട്. ഇവരെ പിടിച്ചോണ്ട് പോയിട്ട് അൽബേനിയാണ് ഓഫീഷ്യലായിട്ട് ഞാൻ പേരങ്ങോട്ടും അതെ അൽബേനിയ 40 വർഷമാണ് അവിടെ അങ്ങനെ അടഞ്ഞു കിടന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു കൾച്ചറൽ സാധനമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം എന്ന് നമ്മൾ പറയുന്ന സോ കോൾഡ് മതേതരത്വം നിലനിൽക്കുന്നത്. അതായത് നിങ്ങൾ ഈ പബ്ലിക്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങൾ രഹസ്യമായി അനുഷ്ഠിക്കേണ്ട എന്തോ മോശപ്പെട്ട സാധനം എന്നുള്ളൊരിത് ഇത് പറയുന്നവർ മാത്രമല്ല, ഇത് സമൂഹത്തിൽ മൊത്തം ഈ സാധനം ഉണ്ട്. ഇപ്പൊ നമ്മൾ മതത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ന മതക്കാരൻ, അല്ലെങ്കിൽ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഗീയത എന്ന് പറയാൻ ഉണ്ടായിട്ടിരുന്നോ, അതായത് അനുഭവിച്ചോ എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്ത് പ്രശ്നം നിങ്ങളും ഉണ്ടാൻ പാടില്ല, കാരണം നിങ്ങൾ പറയുന്ന വർഗീയതയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ഇതൊരു ഈ സെക്യുലർ മൊറാലിറ്റി എന്ന് പറയുന്നത് വലിയ നമുക്കത് പലപ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വലിയൊരു മെറ്റാ നറേഷനകത്താണ് നിലനിൽക്കുന്നത്. ഇത് വലിയൊരു മൂല്യം എന്നുള്ള നിലയ്ക്ക് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒരു മെറ്റാ നറേഷനകത്ത് നമ്മൾ പെട്ടുപോയ മനുഷ്യന്മാരാണ്. എന്താണ് പ്രശ്നം മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ അതിഗൗരവമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് മുസ്ലിങ്ങൾ വർഗീയവാദികളും തീവ്രവാദികളും മറ്റും ആയിത്തീരുന്നത് എന്നുള്ളത് ഒക്കെ ഇതുണ്ട്. ഇപ്പൊ ആളുകളെ താടി വെച്ച ആളുകളെ പുറത്ത് കാണുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നമാണ്. എന്താണ് ഈ പ്രശ്നം? കാരണം നിങ്ങൾ പബ്ലിക്കിൽ എന്തിനാണ് തെറ്റ് വരുന്നത്? ഇത് നിങ്ങൾ രഹസ്യമായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, വളരെ രഹസ്യമായിട്ട്. അതായത് അതിന്റെ ബേസ് തന്നെ വരുന്നത് എന്തോ വൃത്തികെട്ട സാധനമാണ്, പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് എന്നുള്ള ഇങ്ങനത്തെ ഒരു ഇത് വിശ്വാസികളുടെ ഉള്ളിൽ പോലും ഇത്തരം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്തായിത്തീരുന്നു, നമ്മൾ മതേതരരാകാൻ വേണ്ടിയിട്ട് ഫാൻഡം അതിന്റെ പുറത്ത് ജഡ്ഡിട്ടിട്ട് നടക്കുന്ന പോലെ മതേതരത്വം പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീരാണ്. അപ്പം ഞാൻ ആ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എടുത്തൊരു തീരുമാനമായി സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ഇട്ടൊരു ഇതാണ്. അതായത് എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് എടുത്തൊരു തീരുമാനമാണ്. എൻ്റെ മതേതരത്വം ആരെങ്കിലും ബോധിപ്പിക്കപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഈ ഇതിൻ്റെ സൂപ്പർമാൻ്റെ ചട്ടിമാര് പുറത്തിട്ട് നടക്കേണ്ട ഒരു കാര്യമല്ല, അതെൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ബാക്കിയുള്ള ഇതൊന്നും ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം. അപ്പൊ ഇത് എടുക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. വളരെ യുക്തിവാദത്തിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലാണ്. അതെ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന ഈ മൂല്യങ്ങള്, ഇത്തരം ഒരുപാട്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ഇങ്ങനത്തെ പല മൂല്യങ്ങളും ഈ ലിബറലിസത്തിന്റെ അതിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഹിംസ അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയുന്നത് ഇതിനെ എടുത്ത് കാണിച്ച ചിന്തകരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ പോസ്റ്റ് മോഡേൺ ചിന്തകർ എന്നൊക്കെ പറഞ്ഞിട്ട്
ഉള്ള ആളുകളെ കുറിച്ച് പറയാം. അതായത് മോഡേണിസത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തവർ. ഒരു പക്ഷെ അവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞവരൊന്നും ആയിരിക്കില്ല. അതായത് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു പരിധി വരെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റും അല്ല അത് ഒരു തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം ഇത് ചകഞ്ഞു കൊടുക്കുന്നത് പോലെ അത് ചകഞ്ഞിട്ട് കൊടുക്കുകയാണ്, വിശകലനം ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് കിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ വയലൻസ്, അങ്ങനെ ഒരുപാട് നമ്മൾ വളരെ വളരെ സ്വാഭാവികം എന്ന് പറയുന്നതിനകത്തുള്ള പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഇത്യാദി പ്രശ്നങ്ങൾ. അപ്പം അവരിലൂടെയാണ് അത് കാര്യമായിട്ട് ഫ്രഞ്ച് ഫിലോസഫേഴ്സ്, മിഷേൽ ഫൂക്കോ ആയിക്കോട്ടെ, ലിയോത്താഡ്, അങ്ങനെയുള്ള കുറേ ആളുകൾ കൂടിയാണ്. അപ്പം ഇവരെ പൊതുവായിട്ട് ഇവർ പൂഴ്ത്തി വെച്ചൊക്കെയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇവരൊന്നും ഒരു ഇതും കിട്ടില്ല, ഒരു പുസ്തകം ട്രാൻസ്ലേഷൻ ഒന്നും കിട്ടില്ല. അത് ഇവിടുത്തെ ലിബറൽസുകൾ വളരെ ബോധപൂർവം പൂഴ്ത്തി വെച്ച അറിവ് പൂഴ്ത്തി വെച്ച കാര്യം. ഇവരിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുന്നേ വരെ നിലനിന്നിരുന്ന ഒന്നാണ്. അപ്പം ഇതിൽ വേറെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ലിബറലിസം ഒക്കെ, മതേതരത്വം, ജനാധിപത്യം, മാനവികത എന്നൊക്കെ പറയാം, ഹ്യൂമനിസം, ഇതൊക്കെയാണ് പൂത്തുല്ലസിച്ച് അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു യൂറോപ്പ്. ആ യൂറോപ്പിലാണ് ഒന്നാം മഹായുദ്ധം, രണ്ടാം മഹായുദ്ധം, ഫാസിസം, നാസിസം, പിന്നെ സ്റ്റാലിനിസം ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 മില്യൺ മനുഷ്യരെങ്കിലും ജീവിതമെങ്കിലും താറുമാറായി പോയിട്ടുണ്ട്. വലിയൊരു ചുടലപ്പറമ്പായിട്ട് യഥാർത്ഥത്തിൽ മാറി എന്നുള്ളൊരു വിഷയമാണ്. ഇതൊക്കെ ഈ മോഡേണിസത്തിന്റെ പീക്കിൽ സംഭവിക്കുന്ന. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതായത് ഇപ്പം നമ്മൾ മതത്തിനകത്ത് കിടന്ന് പുളയുന്നു എന്ന് പറയുന്ന പുഴുക്കളെ പോലെ, അവരത് അങ്ങനെയല്ല അവർ പറയാ, അവർ പുഴുക്കളെ പോലെ പുളയുന്ന ഈ പൗരസ്ത്യ രാജ്യത്തല്ല ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും വലിയ മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇവരുടെ ഇതിലാണല്ലോ ഇത് സംഭവിക്കുന്നത്, ഈ ഫാസിസം പോലും സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇപ്പം സ്റ്റാലിനിസം ആയിക്കോട്ടെ, ഇതൊക്കെ നടക്കുന്നത് ഈ വെസ്റ്റേൺ ഇവരെ ഏറ്റവും ഇതിലെത്തിയ അതെന്നെ വല്ലാതെ ചിന്തിപ്പിക്കും. പിന്നീട് അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇയാളുടെ നമ്മളെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഒക്കെ ആയിരുന്ന ആൽബേ കാമു, അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു ലീഡറും ആയിരുന്നു അദ്ദേഹം പിന്നീട് അതിനൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. ദ റിബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ അയാളുടെ ഒരു ഫിലോസഫി ഇതാണത്. അപ്പം അങ്ങനെ നമ്മളത് ചിന്തിച്ചു വരുമ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ എത്തുകയും കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പം നിരീശ്വരവാദികൾ സാധാരണ പറയല്, നിങ്ങൾ മതം വിടൂ, ഒരു ആധുനിക മനുഷ്യനാകും എന്ന രൂപത്തിലാണ്. അപ്പൊ ഈ ആധുനിക എന്തോ വലിയ സംഭവമാണ്, ആധുനികതയ്ക്ക് ന്യൂനതകളൊന്നുമില്ല എന്ന രൂപത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം. പക്ഷെ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനും ഫാഷിസത്തിന്റെയും നാസിസത്തിന്റെയും ഒക്കെ വളർച്ചയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊക്കെ മോഡേണിസത്തിന്റെ ഒരു പ്രശ്നമാണ്. മോഡേണിസത്തിനുള്ള അതിന് നന്മകളുണ്ട്, നല്ല വശങ്ങളുണ്ട്, അതിന് നമ്മൾ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും. എന്നാൽ അതേസമയം അതിനുണ്ടാകുന്ന ന്യൂനതകളെ പാടെയും അവഗണിച്ചുകൊണ്ട് ഇത് ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ നിരീശ്വരവാദത്തിന്റെ പ്രശ്നം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ഇതുവരെ കരുതിയിരുന്ന യുക്തിവാദം പോയിട്ട് ഈ ലിബറലിസം എന്ന് പറയുന്നത് പോലും, നമ്മൾ ഈ പുരോഗമനവാദം എന്ന് പറയുന്നത് പോലും, നമ്മൾ പുരോഗമിച്ചിട്ട് എവിടേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ചകഞ്ഞിട്ട് തന്നത്. അപ്പം അത് നിങ്ങൾ ഇന്നത് പിക്ക് ചെയ്യണം എന്നല്ല അവർ പറയുന്നത്, അവർ ചകഞ്ഞിട്ട് തരികയാണ്. അതാണ് അവർ ചെയ്തിട്ടുള്ള പണി. അപ്പം അത് ചകഞ്ഞിട്ട് തരുമ്പോൾ നമുക്ക് കുറേ കൂടി അതിലേക്കൊരു ഒരു വെളിച്ചം തെളിച്ചൊക്കെ ഉണ്ടായി വരികയാണ്. അങ്ങനെയാണ് പിന്നീട് നമ്മൾക്ക് ഈ അപ്പം നമ്മൾ പൊളിറ്റിക്കലി മനുഷ്യർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ എൻ്റെ ഇതിൽ സംഭവിക്കുന്നത് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് അധികാരവും അധികാരത്തിന് വിധേയപ്പെടുന്ന മനുഷ്യരും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന, അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന അധികാരത്തിന് പുറത്തുള്ള മനുഷ്യരും അധികാരികളും എന്നുള്ളത് അങ്ങനെ വരികയാണ്. നിങ്ങൾ മനുഷ്യന്മാരിങ്ങനെ. അപ്പം അതൊരു അനാർക്കിസത്തിൻ്റെ ഒരു സംഭവമാണ്. അതായത് അധികാരത്തെ കൗണ്ടർ ചെയ്യുന്ന ഒരു ചിന്ത എന്നുള്ള നിലക്ക്. കാരണം അധികാരത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെ, അധികാരമാണ് മനുഷ്യനെ ഏറ്റവും ദൂഷിപ്പിക്കുന്നത് എന്നുള്ളൊരു സംഭവം. അത് മാത്രമല്ല, ഒരു ഇതിൽ മാത്രമല്ല, ഈവൻ ഫാമിലിയിലകത്ത് പോലും ഉണ്ടാകുന്ന അധികാര പ്രയോഗങ്ങൾ, സമൂഹത്തിൽ പലതരം അധികാരങ്ങൾ,
അപ്പൊ ഇങ്ങനെയുള്ള അധികാരങ്ങളാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഏറ്റവും വലിയ അധികാരം സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയും അധികാര ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യന്മാർ, ഇങ്ങനെ രണ്ടായിട്ട് ആണ് പിന്നീട് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഇവിടെ അധികാരം എന്നുള്ളത്, ഇപ്പോൾ ബർറാർ റസൽ പറയുന്നൊരു കാര്യമുണ്ട്, വിഷപ്പടങ്ങിയ മൃഗം അത് വിശ്രമിക്കാനുള്ള ഇടം തേടി പോവുകയും വിഷപ്പടങ്ങിയ മനുഷ്യൻ അധികാരം സ്വപ്നം കാണുകയും ചെയ്യുന്നു എന്നാണ്. ഇതാണ് മൂപ്പര് ആനിമൽസിനും മനുഷ്യനും ഇതിനും കൂടിയിട്ട് അത് വേർതിരിച്ചത് അവിടെയാണ്. ഈ അധികാരം, അധികാരത്തിൻ്റെ ഇങ്ങനെ ഇപ്പം നമ്മുടെ നോം ചോസ്കി ഇവര് അങ്ങനെ കുറെ അവരെ ഇതിലൊക്കെ വരാം, ഈ അനാർക്കിസത്തിന്റെ. ഈവൻ ഇപ്പൊ ഗാന്ധിജി ഒരർത്ഥത്തിൽ അനാർക്കിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ വിജയമാഷ് പറയും, വിദേശത്ത് പോയി നിയമം പഠിക്കുകയും പഠിച്ച നിയമങ്ങളെല്ലാം ലംഘിക്കാനുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗാന്ധിജി, അദ്ദേഹത്തിനേക്കാൾ മികച്ചൊരു അനാർക്കിസ്റ്റ് ഇന്ത്യയിലുണ്ടോ സംശയമാണെന്ന് പറയും. അദ്ദേഹത്തെ പല ഇതിലും അങ്ങനെയാണ് കാറ്റഗറി ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ഈ സമരമൊക്കെ ചെയ്തതാക്കിയിട്ട് പിന്നീട് അധികാരം കിട്ടുമ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയ അപൂർവം മനുഷ്യന്മാരിലൊരാളാണ്. ഏറ്റവും വലിയ ആളുകൾ പോലും അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മൂപ്പരയിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന ഈ കലാപത്തിൽ തീട്ടവെള്ളം നിറഞ്ഞ ഓടകളിലൂടെ സമാധാനത്തിന് വേണ്ടി സഞ്ചരിച്ചു എന്നാണ്. അപ്പം അങ്ങനെ അതാണ് പിന്നീട് നമ്മളെ സ്വാധീനിക്കുന്നൊരു ഘടകം. ഇത് സ്വാധീനിക്കുന്നതോട് കൂടിയിട്ട് യുക്തിവാദത്തിന്റെ കാലത്ത് നമ്മളിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ദൈവം, അള്ളാഹു, പ്രത്യേകിച്ച് നമ്മൾക്ക് പരിചയമുള്ള ഒരു അള്ളാഹു ആണല്ലോ. ഈ അള്ളാഹു എന്തുകൊണ്ട് അദ്ദേഹത്തിനൊരു ജനാധിപത്യവാദിയായിക്കൂടാ? എന്തുകൊണ്ട് അദ്ദേഹം ഏകനാണെന്ന് പറയുന്നു, മറ്റു ദൈവങ്ങളൊന്നും അംഗീകരിക്കരുത് എന്ന് പറയുന്നു? അത് നമ്മളന്ന് ജനാധിപത്യം, സെക്യുലറിസത്തിന്റെ ജനാധിപത്യത്തിന്റെ ആളായിട്ട് നിൽക്കുകയാണ്. അനിഷേധ്യമായ, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത. അപ്പൊ അങ്ങനെ അപ്പൊ അത് ശരിയല്ല. എന്തുകൊണ്ട് അള്ളാഹുവിന് മറ്റുള്ള ദൈവങ്ങളോട് ഇത്ര പക? അംഗീകരിച്ചൂടെ എന്നൊരു സംഭവം. അങ്ങനെയാണ് നമ്മൾ ഈ തൗഹീദിന്റെ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോഴും വിശ്വാസമല്ല, ഈ സാധനം കൊള്ളാലോ എന്ന് തോന്നുക. കാരണം ഇത് മനുഷ്യന്റെ അധികാരത്തെ മൊത്തം മനുഷ്യനുമായി ബന്ധപ്പെട്ട അധികാരത്തെ മൊത്തം, വേണ്ട പ്രപഞ്ചത്തിന്റെ മൊത്തം അധികാരത്തെ ഒറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുക. വേറെ അധികാരം എന്ന് പറയുന്ന സംഭവമല്ല. അത് ഒരൊറ്റ ദൈവമാണ്, ഒരേ ഒരു ദൈവം. ഈ ദൈവമാണെന്ന് പറയുന്നത് ഒരു ഇല്ലായ്മയിലെ ഉണ്മയാണ്. അന്നത്തെ കൺസെപ്റ്റ് അങ്ങനെയാണ്. അതായത് ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഉള്ളതും ഇല്ലാത്തവർക്ക് ഇല്ലാത്തതുമാണ് അന്നത്തെ കൺസെപ്റ്റില്. അപ്പൊ ഇത് ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ, വയലേറ്റ് ചെയ്താൽ, ദൈവം വന്നിട്ട് നിങ്ങൾ ശിക്ഷിക്കുമോ? ഇല്ല. നേരിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ജയിലിടൂല. പക്ഷെ സ്റ്റേറ്റിന്റെ ഇതാക്കി ഞങ്ങളെ കൊണ്ടുപോയിട്ട് ജയിലിടും. ഒരു സംശയം തോന്നിയാൽ മതി, UAP അമർത്തും. ഇവിടെ അങ്ങനെയല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു വയലൻസ് ഇതിനകത്ത് ഡയറക്റ്റ് നമ്മൾ കാണുന്നില്ല. ഇത് കൊള്ളാലോ. അതേ സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ശക്തിയിലേക്ക് അയാളുടെ വിശ്വാസം കേന്ദ്രീകരിക്കുന്നതോട് കൂടിയിട്ട് അയാൾ വലിയൊരു സ്വതന്ത്രത്തിലേക്കാണ് അയാൾ എത്തിപ്പെടുന്നത്. കാരണം അയാൾക്ക് പിന്നെ ആരും ഭയപ്പെടേണ്ടതില്ല. ഒരു സ്റ്റേറ്റും ഒന്നും അയാളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ അന്ന് അനാർക്കിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ്, അതിൻ്റെ അധികാരം, അതിൻ്റെ പവർ. അപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഒരാൾ സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ. കാരണം നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എന്താ പറയുക, നിങ്ങളെ നിർബന്ധപൂർവം അതായത് നിങ്ങളെ നിർബന്ധിച്ചൊരാൾ ചെയ്യിക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ ആത്മീയമായിട്ട് അതിനെ നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആരെങ്കിലും ഫോഴ്സ് ചെയ്യല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ദൈവമുണ്ട്, ഏകനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും എല്ലാ അധികാരം അള്ളാഹുവിനാണെന്ന് വിശ്വസിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ എല്ലാ അധികാരത്തെയും നമ്മൾ തള്ളിക്കളയുന്നു. അതോടുകൂടി നമ്മൾ സ്വതന്ത്രനായിത്തീരുന്നു. അപ്പോഴും ഇവിടെ ഒരു അധികാരം ഉണ്ട് അല്ലേ? ഈ അധികാരം നമ്മൾ ഡയറക്റ്റ് ഫോഴ്സ് ചെയ്യുന്നില്ല. അതായത് ഇപ്പം നിങ്ങളോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞു, മദ്യപിച്ചുകൊണ്ട് നിങ്ങളെ പെട്ടിട്ട് ശിക്ഷിക്കുമല്ലോ, ഉടനെ ശിക്ഷിക്കുന്നില്ല. നമ്മൾ അനാർക്കിസത്തിൽ നമ്മൾ കാണുന്നത് ഒരു പരലോകത്തെ കുറിച്ച് ചിന്തിക്കില്ല. അപ്പൊ ഇത് കുറെ കൂടി നല്ലതാണല്ലോ. അതായത് മനുഷ്യന് സാംസ്കാരികമായ ഒരു ഉണർവുണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. അവൻ സ്വയം അവൻ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള പുറത്തുനിന്നുള്ള ഫോഴ്സ് ഇല്ലാതെ അവൻ സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. തരക്കെട്ടിലോ തോന്നും.
അപ്പൊ അത് തരക്കില്ലാന്ന് തോന്നി. അപ്പോഴും വിശ്വാസമല്ല. വിശ്വാസമാണെങ്കിൽ അത് വേറെയില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം വരണമല്ലോ നമുക്ക്. ഇപ്പൊ നിങ്ങളുടെ ഇസ്ലാമിലേക്കുള്ള ഈ ട്രാൻസിഷനാണ് ഇങ്ങനെ പറഞ്ഞത്, ആ മാറ്റത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് യുക്തിവാദത്തിൽ ചില പ്രശ്നങ്ങൾ, യുക്തിവാദം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത മൂല്യങ്ങൾ എന്ന് പറയുന്ന ചില മൂല്യങ്ങൾ പ്രശ്നമുള്ളതാണ്, ചില ന്യൂനതകളുള്ളതാണ് എന്നൊരു തിരിച്ചറിവ്. അപ്പോൾ യുക്തിവാദമല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ഐഡിയോളജി ഉണ്ടോ എന്ന് നിങ്ങളിങ്ങനെ നിരന്തരം അന്വേഷിക്കുന്നു, ഒരു സത്യാന്വേഷകനെ പോലെ. അങ്ങനെ അന്വേഷിച്ച് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് അനാർക്കിസമാണ്. അനാർക്കിസമാണ് കുറച്ചുകൂടി നല്ല ഒരു ആശയം. പിന്നെ അനാർക്കിസത്തിനോട് കുറച്ചൊക്കെ ഒരു സാമ്യത തൗഹീദിൽ കാണുന്നു. അതെ, അതായത് ഇപ്പൊ അനാർക്കിസത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നു. കാരണം അനാർക്കിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെതിരെയാണ്. സ്റ്റേറ്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്, അനാർക്കിസം എന്ന് പറയുന്നത്. കാരണം നമ്മളെ മേലെ പലതും അടിച്ചേൽപ്പിക്കും. സ്റ്റേറ്റിന് മാത്രമല്ല, എല്ലാ സിസ്റ്റത്തെയും, സിസ്റ്റം സംവിധാനത്തിനൊക്കെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ്. അതായത് കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാല് അതിന്റെ ചിന്തയാണ് അത്. ഇപ്പൊ നമ്മള് ഒരു അനാർക്കിയാണെന്ന് നമ്മളൊരാളെ പറഞ്ഞാൽ അനാർക്കിസവും അനാർക്കിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം തൊള്ളവണിയുമായി ജീവിക്കുക എന്നുള്ളത് അതല്ല യഥാർത്ഥത്തിൽ. അനാർക്കിസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് നോം ചോംസ്കിനൊക്കെ പോലുള്ള അവരൊക്കെ അനാർക്കിസ്റ്റ് എന്ന് പറയാം. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ഏറെക്കുറെ അനാർക്കിസത്തിനോട് ഇതുള്ള ആളായിട്ട് തന്നെയാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥകളോടുള്ള കലഹം എന്നൊക്കെ പറയുമ്പോൾ അതിനോടുള്ള കൗണ്ടർ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതില് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു പ്രശ്നം വന്നത് എന്താ വെച്ചാല്, അപ്പൊ ഇവിടെ ഒരു സിസ്റ്റം ഒന്നും ഇല്ലെങ്കിലും മനുഷ്യന്മാര് എങ്ങനെ മുന്നോട്ട്, അപ്പൊ നമുക്ക് മനുഷ്യന്മാരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നത്തിലേക്ക് എത്തി. അതെ, ഇപ്പൊ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ സ്വയം അങ്ങനെ ഒരു ദൈവത്തെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരായിക്കൊള്ളുന്നില്ല. അങ്ങനെ അല്ലല്ലോ, അങ്ങനെയല്ല. അപ്പൊ പിന്നെ പ്രശ്നമുണ്ടല്ലോ. കാരണം പിന്നെ ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവര് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അവർ അത്ര നല്ലവരല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി നല്ലവനല്ല. അപ്പൊ മലക്കുകൾ ചോദിക്കണല്ലോ എന്തിനാണ് ഈ പരിപാടിക്ക്. അതായത് ഞാൻ പ്രതിനിധിയെ അയക്കുന്നു, മനുഷ്യനെ അയക്കുന്നു എന്ന് ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഈ സാധനം അത്ര വെടുപ്പായ ഒരു സാധനം അല്ലത്. മനുഷ്യൻ അടിസ്ഥാനപരമായി തിന്മകളിലേക്ക് ഉണ്ട് ബേസിക്കലി. ഇപ്പൊ നമ്മളൊരു ഇനിയിപ്പോ എന്ത് പരിണാമശാസ്ത്രം തന്നെ ആ നിലക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ സർവൈവ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തലച്ചോറാണ് നമ്മളത്. സർവൈവ് ചെയ്യുക എന്നുള്ളത് നമ്മളെ തലച്ചോറിലുള്ളോ. വേറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഈ സോഫ്റ്റ് വികാരങ്ങൾ പോലും സർവൈവ് ചെയ്യാനുള്ളതാണ്. നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് പോലും ഒരു നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായി സഹകരിക്കേണ്ടി വരുന്നു. അത് പലപ്പോഴും ഗതികേടിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നത് പോലും ആവാം, പരിണാമത്തെ അംഗീകരിച്ചാൽ പോലും. പക്ഷെ ഒരു സമയത്ത് വയലൻസിലൂടെയാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമായി. അപ്പൊ നമുക്ക് വയലൻസിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതിനെ നിയന്ത്രിക്കണല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മനുഷ്യന്മാർ. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് കൂടി പിന്നീട് അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എവിടെയാണ് എത്തുന്നത്? ഈ ഒരു സിസ്റ്റം വേണം, മനുഷ്യരെ സംബന്ധിച്ചുള്ള അവരെ നിയന്ത്രിക്കുന്ന എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം. അപ്പൊ ഇതിലൂടെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു യുക്തിവാദിയായിരുന്ന കാലത്ത് തന്നെ ഞാനൊരു വലിയൊരു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ധാർമ്മികതനെ കുറിച്ചിട്ടുള്ള. ധാർമ്മികത മതങ്ങൾ അവകാശപ്പെടുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് നമ്മൾ കാണുന്നത് മനുഷ്യന് വളരെ സ്വാഭാവികമായിട്ട് എല്ലാ ജീവജാലങ്ങളിലുള്ള പോലെ അനുകമ്പ, സ്നേഹം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ അനുകമ്പ എന്നുള്ളത് ആണ് ഒരു മനുഷ്യൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന ആ വികാരമാണ് എന്നൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിൽ അവർ നാഗവല്ലിയായിത്തീരുന്നത് അനുകമ്പ കൊണ്ടായിത്തീരുന്നതാണ്. അവർ പോണത് വയലൻസിലേക്കാണ്. അപ്പോൾ അത് പറ്റില്ലല്ലോ. അനുകമ്പനെ നമുക്ക് ഇതിനൊരു ബേസായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ കാരുണ്യം തന്നെ ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള വയലൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ മനുഷ്യൻ്റെ സർവൈവലാണ്, അതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് തലച്ചോറിന് ഒരുപാട് ചരിത്രമുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിണാമശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പോലും, നമ്മളതൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചു വേണ്ടി പറയുകയാണെങ്കിൽ പോലും അതിന് കോടിക്കണക്കിന് വർഷത്തെ ഒരു ചരിത്രമുണ്ട്. അത്
ഏറ്റവും ക്രൂരമായ മൃഗങ്ങളും ഇതുമായിട്ട് വളർന്നു വന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവം പോലെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളടങ്ങിയതാണ് നമ്മളെ തലച്ചോറ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ മേൽ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഇതിലേക്ക് അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വളരെ സ്വാഭാവികമായി ചെയ്യുന്നു. ഇപ്പം ഈ സർവൈവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അതേ രീതിയിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ തന്നെ, അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് നമ്മൾ സ്വതന്ത്രമല്ല യഥാർത്ഥത്തിൽ. അവിടെ നമ്മൾ പാരതന്ത്ര്യമാണ്. അതായത് നമ്മളെ ബ്രെയിനിൻ്റെ വളരെ സ്വാഭാവികമായി നേച്ചുറലിന് ഇതായി വരണം. ഇത് ഈ ജൈവമനുഷ്യനിലെ ആനന്ദ ഈ വിഷയം ചെറുതായിട്ട് പറയുന്നതായിട്ട് ഒരു ഓർമ്മ ഉണ്ട് പണ്ട് വായിച്ചതായിട്ടുള്ള. അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ സ്വതന്ത്രരാകുന്നു എന്ന് പറയുന്നാൽ നമ്മളെ പ്രകൃതത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അതായത് നമ്മൾ അത്തരം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് കൂടി സ്വതന്ത്രരാവേണ്ടതുണ്ട്. അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നുള്ളൂ. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പക്ഷെ ഇവിടെ പലപ്പോഴും തെറ്റിയിരിക്കുന്നത്, നമ്മളെ തലച്ചോറ്, നമ്മളുടെ ബ്രെയിന് നമ്മളെ ചിന്തകൾക്കനുസരിച്ച് വളരെ സ്വാഭാവികമായി ചെയ്യുന്നതാണ് ഇതെന്നുള്ളതാണ്. അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്വാഭാവികമായുള്ളതിൽ നിന്ന് കൂടി സ്വാതന്ത്ര്യം നേടുമ്പോഴാണ് നമ്മുടെ ഡിസയേഴ്സിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകും. അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് എത്തുന്നത്. കാരണം ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ ഡിസയേഴ്സിനെ നിങ്ങൾ പിന്തുടരുത്, നിങ്ങളുടെ ഇച്ഛകളെ നിങ്ങൾ പിന്തുടരരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ പിന്തുടരുക എന്നുള്ളൊരു ആശയം. ഇത് ഇങ്ങനെയാണ് ഇസ്ലാമിലേക്ക് എത്തുന്നത് എന്നുള്ള. ഇപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം യുക്തിവാദത്തെക്കാൾ എനിക്ക് കൂടുതൽ അനുയോജ്യമാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ നല്ല ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ആകുന്നു, ഇതിൻ്റെ വീക്ഷണം എന്താണ് നിങ്ങൾ? യുക്തിവാദവും ഇസ്ലാമും കമ്പയർ ചെയ്യുമ്പോൾ ഇസ്ലാം യുക്തിവാദം സത്യത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ ആൾട്ടർനേറ്റീവ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാര്യത്തിൽ. കാരണം ഇപ്പം നമ്മൾ ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കൃത്യമായ, ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അതിന് കൃത്യമായ നീതിയെക്കുറിച്ചിട്ട്, നിയമങ്ങളെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ട്, ധാർമ്മികതയെക്കുറിച്ചൊക്കെ കൃത്യമായ ഒന്നുണ്ട്, അടിസ്ഥാനമുണ്ട്. അങ്ങനത്തെ ഒന്നല്ല യുക്തിവാദം. അപ്പൊ യുക്തിവാദത്തിന് ഒരിക്കലും പകരം വെക്കാൻ പറ്റും. കാരണം യുക്തിവാദം പോലെയല്ല ഇസ്ലാം. അല്ല, ഒരിക്കലും അല്ല. അപ്പൊ യുക്തിവാദത്തിന് പകരമുള്ള ഒരു സാധനമല്ല, ഇസ്ലാമിന് പകരമുള്ള അല്ല യുക്തിവാദം. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാർക്സിസത്തെ പോലും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിനെ പോലെ അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതിന് ചില അടിസ്ഥാനമുണ്ട്, ചില അതിന്റെ ഫിലോസഫിക്കലായിട്ടുള്ള കുറെ സംഭവങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഇവർ പറയുന്നത് അതൊന്നും വേണ്ട, സ്വതന്ത്ര ചിന്ത പറഞ്ഞാല് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഈ സ്വതന്ത്ര ചിന്ത? ഇപ്പൊ ഈ ഒരു മനുഷ്യ ഈ തലച്ചോറ് വെച്ചിട്ട് ചിന്തിക്കണേ എങ്ങനെയാണ് സ്വതന്ത്ര ചിന്താവുക? സർവൈവലുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ബ്രെയിൻ വെച്ചിട്ട് നിങ്ങൾ അത് മാത്രം വെച്ചുകൊണ്ട് ഒരു തത്വശാസ്ത്രത്തിന്റെയോ ഒരു ധാർമ്മികതയുടെയോ അടിസ്ഥാനമില്ലാതെ ചിന്തിക്കുന്നതാണ് സ്വതന്ത്ര ചിന്ത പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ അവരുടെ ധാരണ എന്താണ്? ശാസ്ത്രത്തെക്കുറിച്ച് പോലും അവരുടെ ധാരണ എന്തായിരിക്കും? അപ്പൊ അതൊരു സ്വതന്ത്ര ചിന്തയല്ല. ഒന്നാമത്തെ സ്വതന്ത്ര ചിന്ത ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, ഈ ചരിത്രം ഇതൊക്കെ ഉൾക്കൊണ്ടതാണല്ലോ നമ്മൾ ഈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രേമം എന്ന് നമ്മളിന്ന് പറയുന്ന, ഇപ്പൊ ഇവര് പരിണാമശാസ്ത്രം എടുക്കട്ടെ, അവരെ പരിണാമശാസ്ത്ര പ്രകാരം അവർ പറയുന്നത് എന്താ? പ്രേമം എന്ന് പറയുന്നത്, നമ്മൾ പ്രണയം എന്ന് പറയുന്നത് കൾച്ചറലി ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു വികാരമാണെന്നാണ്. അതായത് കൾച്ചർ എവല്യൂഷനിലൂടെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് പച്ചയായ ലൈംഗികത, ഒരു മൃഗത്തിന് മറ്റൊരു മൃഗത്തെ കാണുമ്പോൾ തോന്നുന്ന പച്ചയായ ലൈംഗികത ഒരു സോഫ്റ്റായ ഒരു വികാരമായി ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള കൾച്ചർ എവല്യൂഷനാണ് ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ എവല്യൂഷൻ ഇവിടെ ഇല്ലെങ്കിൽ, ഇതിവിടെ നടന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം എന്താണ്? അവർ പറയുന്ന സ്വാതന്ത്ര്യം എന്താ എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഈ കൾച്ചർ എവല്യൂഷൻ എന്ന് പറയുന്നത്, ഇവരിപ്പോൾ നമ്മൾ വീണ്ടും മതേതരത്തിലേക്ക് വന്ന മതേതര ഭരണഘടന എന്ന് പറയുന്നതിനകത്ത് 95% മതമൂല്യങ്ങളാണ്, മത നിയമങ്ങളല്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. മതമൂല്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ കക്കരുത്, ഇതാക്കരുത്, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ എടുത്ത് അതിന്റെ ബേസ് തന്നെയാണ് മതമൂല്യങ്ങളാണ്. മതമൂല്യങ്ങളല്ലാത്ത എന്താണ് ഈ ഭരണഘടനയിൽ എന്ന് വെച്ചാൽ വളരെ കുറച്ചുള്ളൂ. ഒരുപക്ഷെ വിവാഹപ്രായമാവും. അതൊക്കെ എത്ര വലിയ വയലൻസ് ആണെന്ന് ആലോചിക്കണം. അതായത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് 21 വയസ്സ് വരെ, ഒരു പെൺകുട്ടി ഇപ്പൊ 21 വയസ്സാക്കാൻ പോവാ, 21 വയസ്സ് വരെ ലൈംഗിക അവകാശം നിഷേധിക്കുകയാണ്. ഇതാണ് ഇവര് ആഘോഷിക്കുന്നത്. എത്ര വയലൻസ് ആണ് അത് ആലോചിക്കണം.
ഒരു പക്ഷേ ഒരു സ്വതന്ത്രമായ ആളുകൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ പല മതവിഭാഗങ്ങൾ, പല വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സമൂഹത്തെ ഉൾക്കൊള്ളണമല്ലോ ഈ ഭരണഘടന. അത് ഉൾക്കൊള്ളുമ്പോൾ ഈ ഭരണഘടനയിൽ 21 വയസ്സാക്കി ഉയർത്തും എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് 21 വയസ്സ് വരെ അവളുടെ ലൈംഗികത അടിച്ചമർത്തി ജീവിക്കണം എന്നുള്ള. ഇപ്പോൾ ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ അയാളൊരു നല്ല സൈക്കോ ആയിരിക്കും എന്നാണ്. അങ്ങനെയൊക്കെ അടിച്ചമർത്തി ജീവിക്കുന്ന ആളുകൾ, അതായത് ബേസിക് നീഡ് എന്നുള്ള നിലയ്ക്കൊക്കെയുള്ളൂ അത് പറയപ്പെടുന്നത്. ഇസ്ലാമൊക്കെ അതിന് വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രണത്തിലൂടെ തന്നെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ട് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഈ നിരീശ്വരവാദികളൊക്കെ ഇപ്പൊ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് അവർ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞ ഇതിനകത്ത് ഈ മൂല്യങ്ങൾക്കകത്തൊക്കെ ഇതിന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിപ്പോ മിഷേൽ ഫൂക്കോനെ പോലുള്ള ആളുകളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഈ വിവാഹപ്രായത്തിന്റെ ഒക്കെ വിഷയങ്ങൾ. ഇവിടെ ഇസ്ലാമിനും യുക്തിവാദത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവായി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇസ്ലാം എത്രയോ മുകളിലാണ്. യുക്തിവാദം പല വിഷയങ്ങളിലും ഒരുപാട് പരിമിതികളുള്ള ഒരിതാണ്. ഇപ്പൊ യുക്തിവാദം എന്ന പേര് തന്നെ വളരെ അപ്രസക്തമാണ്. ആ ഒരു രീതിശാസ്ത്രം അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് യുക്തിവാദം എന്ന് പോലും പറയുന്നത് വളരെ അബദ്ധജടിലമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ സുഹൃത്തന്തത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് യുക്തിവാദത്തിന്റെ രീതിയിൽ എന്ന് വെച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ആ രീതിയിൽ ചിന്തിക്കുന്ന ആള്. പക്ഷെ നമ്മളിവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. പലതും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയണമെങ്കിൽ ഒരു സംഘപരിവാറിന്റെ ഒരു സാംസ്കാരിക ഫാസിസം എന്ന് പറയുന്ന അതിന്റെ ഒരു സാംസ്കാരിക സ്വാധീനമാണ്. അതുകൊണ്ടാണ് അവർ പറയേണ്ട പണിയൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ പറഞ്ഞ് മുസ്ലിം എന്ന് പറഞ്ഞ് പേടിപ്പിക്കലാണല്ലോ ഇവരെ. എന്നാലാണല്ലോ ഇവർക്ക് ആളെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങള് അതിനെ അടിച്ചൊതുക്കാൻ ഇവിടുത്തെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വേണം, ഇവിടുത്തെ പ്രധാനമന്ത്രി, അങ്ങനത്തെ അവരെ ക്രൂരമായി നേരിട്ടില്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണ് എന്നുള്ള തലത്തിലേക്ക് ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇവരൊക്കെ അങ്ങനെ തന്നെ കരുതുന്നവരാണ്. എന്നാൽ കുറെ ആളുകൾ ചില മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ നിരീശ്വരവാദികളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രത്യേക നിമിഷത്തിലായിരിക്കും ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ യുക്തിവാദത്തിലേക്ക് ഒരു പ്രത്യേക നിമിഷത്തിൽ പോകുന്നത് പോലെ തന്നെ ഇതിങ്ങനെ അന്വേഷിച്ചു. ആദ്യം അനാർക്കിസത്തിലേക്ക് പോയി, പിന്നെ അനാർക്കിസത്തിൽ നിന്ന് തൗഹീദിൻ്റെ മനോഹാരിത അനുഭവപ്പെട്ടു. പിന്നെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ തോന്നിയൊരു സന്ദർഭം, അതിനെന്തെങ്കിലും ഇപ്പം അതും ചിലപ്പോൾ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എത്തിയ ഇതായിരിക്കും. പക്ഷെ എന്നാലും ഒരു പ്രത്യേക നിമിഷത്തിൽ അതിങ്ങനെ പ്രഖ്യാപിക്കാൻ തോന്നിയ എന്തെങ്കിലും ഒരു ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്. അല്ല, മുസ്ലിം അത് ഈ പ്രഖ്യാപനം ശരിക്കും വരുന്നത് മുസ്ലിം പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കലാണ്. അതായത് ഇപ്പം നമ്മൾ മുസ്ലിം അല്ല എന്ന് പറയുന്നത് ഒരു ഒളിച്ചോടലാണ്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ജനിച്ചാൽ മതി, അയാൾ ഇപ്പം മതം ഉപേക്ഷിക്കും മനുഷ്യനാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, അത് പറഞ്ഞ പൊളിറ്റിക്കലി ഭയങ്കര വൃത്തികെട്ട വർത്തമാനത്. അതായത് ഇവിടെ ഒരു വിഭാഗം അപരവൽക്കരിക്കപ്പെടുകയും അതിശക്തമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഗാന്ധിജി പറയുന്നത് ഞാൻ മുസൽമാനാന്ന് പറയുന്നുണ്ട് ചില സമയത്ത്. അങ്ങനെ പല ആളുകളും പറഞ്ഞ ആളുകളാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ യൂറോപ്പിലൊക്കെ നടന്നിട്ടുള്ള പല ക്യാമ്പയിനുകൾ ഐ ആം മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ കാർഡ് പിടിച്ചിട്ട് നടന്നിട്ടുള്ള മറ്റു മതസ്ഥരും ഈവൻ യുക്തിവാദികൾ വരെ ഉണ്ട് അതിലൊക്കെ, അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, യഥാർത്ഥ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, അതായത് പ്രഖ്യാപനം വരുന്നത്. പക്ഷെ നമ്മൾ എത്തിച്ചേരുന്നത് ഈ പറയുന്ന പോലെ തന്നെ തൗഹീദ്, അതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. പിന്നെ ഖുർആൻ, അതിന്റെ അമാനുഷികത, അതിന് തെളിവ് ഖുർആൻ തന്നെയാണ്. ഞാനിപ്പോൾ അത്ര ഡീപ്പായിട്ട് വായിച്ചിട്ടുള്ള ആളൊന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യനെ എഴുതിയതാകാൻ സാധ്യതയില്ല. ഒരു സാധ്യത മുഹമ്മദ് നബിയുടെ ഒക്കെ ചരിത്രം ഇപ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അംബേദ്കർ. അംബേദ്കർ അതികഠിനമായിട്ട്, അതും ആധുനികതയുടെ നെഹ്റു ഗാന്ധിയൻ കാലഘട്ടത്തിൽ ഏറ്റവും ഇന്ത്യയിൽ സജീവമായി ചിന്തകളും ലിബറൽ ആശയങ്ങളൊക്കെ നിലനിന്നിരുന്നൊരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന അംബേദ്കർ, അദ്ദേഹം ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തള്ളിക്കളയല്ല. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടൊരു മനുഷ്യനാണ്. അവസാനം അദ്ദേഹം BBC കൊടുത്ത ഇന്റർവ്യൂവിൽ കമ്മ്യൂണിസ്റ്റ് ലീഡറാണെങ്കിൽ, അതായത് സ്റ്റാലിൻ അവിടെ
തച്ച് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത് റഷ്യയിലെ കമ്മ്യൂണിസം കണ്ട് ആ കമ്മ്യൂണിസത്തിലൂടെയാണെങ്കിലും വേണ്ടില്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്ന് പറയാം. അതായത് ജനാധിപത്യത്തെയും ഈ സാധനങ്ങളെയൊക്കെ തള്ളിക്കളയാണ് അവസാനം ചെയ്യുന്നത്. ആ ഒരു ഡയലോഗിൽ അത് എങ്ങനത്തെ കമ്മ്യൂണിസം, സ്റ്റാലിൻ ഭരിക്കുന്ന കാലഘട്ടത്തിലെ കമ്മ്യൂണിസമാണ് കൂടി ആലോചിക്കുന്നത്. അത് ഇന്ത്യയിലെ കൊണ്ടുവരണം. അങ്ങനെ ആണെങ്കിൽ പോലും പ്രശ്നമില്ല, ഇതിന് പരിഹാരം ഉണ്ടാവണം. ഈ ജാതീയപരമായിട്ടുള്ള അപ്പൊ അതേ സമയത്ത് മുഹമ്മദ് നബി ഇപ്പോൾ അറബിയൻ ജനത അതിൻ്റെ ഒരു ഹിസ്റ്ററി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് ആ പ്രവാചകന് വേണ്ടി ദാഹിച്ചിരുന്നൊരു അത്തരം, അതായത് ഒരു ഗ്രന്ഥത്തിന് വേണ്ടി ഒരു പ്രവാചകന് വേണ്ടി ദാഹിച്ചിരുന്നൊരു വിഭാഗം അതിനകത്ത് കാര്യമായിട്ടുണ്ടായിരുന്നു. കാരണം അവര് ഈ ഗ്രന്ഥം ലഭിച്ച ആളുകളുടെ മുമ്പിൽ ഇവരൊരു അല്ലെങ്കിൽ തന്നെ അതൊരു അടിമ സമൂഹമാണ് എന്നുള്ള ഒരു തലത്തിലുള്ള ഒരു ഇതാണ് അറബികൾ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ മറ്റുള്ള മതവിഭാഗങ്ങൾ, ഇപ്പൊ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിട്ട് കലഹങ്ങൾ വേദമില്ലാത്തവരും അറബികൾ കേൾക്കേണ്ടി വന്നിരുന്ന പ്രവാചകന്മാരില്ലാത്തവരും. അപ്പൊ അവിടെ വെച്ചാൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ് പ്രവാചകന്മാർ വരുന്നത്. അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യും വേണം. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു ഇതിലൂടെ വന്നിട്ടുണ്ടായിട്ടുള്ളൊരു മാറ്റം, അതൊരു ചെറിയ കാലയളവിൽ പ്രവാചകന്റെ ഒരു 23 വർഷത്തിന്റെ ഇടയിൽ അതിനെ പ്രചരിപ്പിക്കുന്നു, അത് ഇതാക്കുന്നു, രാജ്യം ഉണ്ടാക്കുന്നു, മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു, എങ്ങനെ ഭരിക്കണം, എന്നിങ്ങനെ ജീവിക്കണം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഈ ഗാന്ധിജി കുറച്ച് ധൈര്യപ്പെട്ടിട്ടുണ്ട്. അതിനിപ്പോൾ ആൾക്കാർ വിമർശിച്ചു, അത് പോട്ടെ. പക്ഷെ മൂപ്പര ജീവിതം തന്നെ മാതൃകയായിട്ട് ഇന്നും 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്തുടരുന്ന ഒരു വലിയ ജനത ഉണ്ടാവുക എന്നുള്ളത്, ഇതൊക്കെ എങ്ങനെയാണ്? അതൊരു മിറക്കിൾ തന്നെയാണ്. നമുക്കൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും അത് പറ്റുന്നതല്ല. അത് നമുക്ക് അറിവ് ഇപ്പൊ ആ നിലക്ക് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒരു പക്ഷെ ആ നിലക്ക് ഞാൻ മുമ്പേ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾക്കത് ബോധ്യപ്പെടുമായിരുന്നു തന്നെ. എനിക്ക് തോന്നുന്നത് ശരി. കാരണം ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു സാമൂഹികപരമായ പ്രശ്നങ്ങളാണ് എന്നെ യുക്തിവാദത്തിലേക്ക് നയിച്ചത്. അതിനെ അഭിസംബോധന ചെയ്യാൻ മതങ്ങൾ പര്യാപ്തമല്ലെന്ന് കരുതിയത് കൊണ്ടാണ്. അങ്ങനെ കരുതാനുള്ള ഒരു കാരണം ചിലപ്പോൾ നബിസ്വല്ലല്ലാഹു ജീവിതം അന്ന് പഠിക്കാത്തതായിരിക്കാം. അതെ, ജീവിതം പഠിക്കാത്തത് കൊണ്ടാണ്. ഖുർആനെ കുറിച്ചിട്ടുള്ള, പിന്നെ നമ്മളുടെ ഉള്ളിൽ കയറിയിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ ഈ വായനയുടെ സ്വാധീനം കൊണ്ടുണ്ടായിട്ടുള്ളൊരു, ഇതിനെ ഇവർ പറയുന്നത് ഈ പോസ്റ്റ് മോണിസ്റ്റുകൾ പറയുന്നത് മെറ്റാ നറേഷൻ, ഗ്രാൻഡ് നറേഷൻ ഒക്കെ, ബ്രത്താഖ്യാനങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മോഡേൺ മെഡിസിനാണ് ഇവരുടെ ആധുനികതയിലെ ഒരു ബൃഹത്താഖ്യാനം. അതുകൊണ്ടാണ് മറ്റൊരു ഇതൊക്കെ തള്ളികളയാണ്. സമാന്തര മെഡിസിനുകളുണ്ട്, യുനാനി മറ്റേതുകളൊക്കെ, ഹോമിയോ, അതൊക്കെ തെറ്റാണെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ നല്ല അനുഭവം, പാരമ്പര്യ വൈദ്യം കൊണ്ടൊക്കെ ഇതുകൊണ്ട് എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്, നമ്മളെ മുമ്പിലുണ്ടാവും. നമ്മളെ പരിചയത്തിലൊക്കെ ഉള്ള ആളുകൾ തന്നെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചികിത്സകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? ഇതൊരു ഗ്രാൻഡ് നറേഷനാണ്. മറ്റുള്ളതിനൊക്കെ ഇത് തള്ളിക്കളയാണ്. അതായത് ഈ ഗ്രാൻഡ് നറേഷൻ എല്ലാ വിഷയത്തിലും, അതാണ് ആധുനികത, ഈ മോഡേണിസം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പെശക്. അപ്പോഴും നമ്മൾ പറഞ്ഞു മതേതരത്വം, അതിലെല്ലാ മതങ്ങളെയും നിരാകരിക്കുന്നതാണത്. നമ്മൾ വെറുതെ പറയുന്നതാണ് ഇത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതല്ല. അത് എല്ലാത്തിനും ബേസിക്കലി അത് നിരാകരിക്കുകയാണ്, എല്ലാത്തിനും തള്ളിക്കളയാണ്. അപ്പൊ ഇവിടെ വരുന്ന കോടാനുകോടി മനുഷ്യന്മാരുടെ വിശ്വാസങ്ങളെ അത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ വിശ്വാസികൾ ഇതിലകത്ത് പോയി കുടുങ്ങുകയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ഗ്രാൻഡ് നറേഷനായിട്ട് വരുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സ്വാധീനം നമ്മളിലുണ്ടായിരുന്നു. ഈ മതേതരത്വം ഇങ്ങനത്തെ ആശയങ്ങളുടെ ഒരു ഗ്രാൻഡ് നറേഷനകത്ത് അല്ലെങ്കിൽ മെറ്റാ നറേഷനകത്ത് പെട്ടുപോയ ഒരു പ്രശ്നം കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ള ആ വായനകളിലൂടെ അത്തരം ഇതിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുറച്ച് പ്രിജുഡീസസ്, കുറച്ച് മുൻധാരണകൾ ഉണ്ടായിരുന്നു. ആ മുൻധാരണകൾ കാരണമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി ജീവിതത്തെ കുറിച്ചൊന്നും പഠിക്കാൻ പറ്റാതെ പോയത്. അത്രയും കാലം അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത്, ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിന്റെ ഒക്കെ പ്രശ്നം. ഒരു പക്ഷേ നമ്മൾ വായിച്ച പോലും അത്തരം ഒരു സ്വാധീനത്തിനകത്ത് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചില സംഭവങ്ങളിൽ കുറച്ച് അലഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഹിദായത്ത് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് സങ്കടം വന്നു പോകും. കാരണം ഞാന് ഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ജനിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ഒരുപാട് അലഞ്ഞു തിരിയുകയും ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മൾ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഒരു പക്ഷെ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നഷ്ടം എത്ര മാത്രമാണെന്നുള്ള, അത് ഒരിക്കലും തകർത്താൻ പറ്റാത്ത വലിയൊരു ജീവിതം തന്നെ ഒരു നഷ്ടക്കച്ചവടമായി പോകുന്നൊരു ഇതായി പോകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പം ഈ നമ്മൾ
ഇപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അല്ലാതെ നമ്മളുടെ ഒരു അവകാശമൊന്നുമല്ല അത്. യോഗ്യത കൊണ്ടൊന്നും കിട്ടുന്നു അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇന്ന ചെയ്താൽ കൊണ്ട് വേണമെന്നും ഇല്ല, അങ്ങനെയല്ല. അപ്പോൾ അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ട് ഹിദായത്തിന്. അപ്പം അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ള എനിക്ക് തോന്നുന്നില്ല, ഇവിടെ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും കാലത്ത് അവർക്ക് ഇതിൻ്റെ ഒരു പ്രകാശം ഉണ്ടാവുമെന്ന് അള്ളാഹു ആയാലും പറയാൻ പറ്റില്ല. അവർക്ക് കിട്ടട്ടെ എന്ന് കിട്ടട്ടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ കവിഞ്ഞൊന്നുമില്ല. അപ്പം അത് നമുക്ക് എത്രമാത്രം വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു സന്തോഷമുണ്ട്. ഇപ്പം നമുക്ക് സാധാരണ 2 കൈയുണ്ട്, നമുക്ക് ഈ കൈയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. പക്ഷെ പോയിട്ടും തിരിച്ച് രണ്ടാമത് മുളച്ചു വന്നാലത്തെ അവസ്ഥ എന്താ? അയാളെ കാര്യം പറയണ്ടാവും. അയാൾക്ക് എത്രമാത്രം ആഹ്ലാദിക്കുന്നുണ്ടാവും അയാൾ. അതിനേക്കാളൊക്കെ എത്രയോ ജീവിതം തന്നെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ പോയിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു എന്നുകൂടി, അല്ലെങ്കിൽ നമുക്കത് ഹിദായത്തിലേക്ക് ദൈവ സഹായത്തിൽ എത്തപ്പെട്ടു എന്നുകൂടി പറയുമ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളെങ്ങനെ യുക്തിവാദത്തിലേക്ക് പോയി, അതേപോലെ യുക്തിവാദിയാകാൻ നിങ്ങളെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങൾ, നിങ്ങളുടെ വായനകൾ, നിങ്ങളുടെ ചർച്ചകൾ, അതിനുശേഷം പിന്നീട് യുക്തിവാദികൾക്കിടയിൽ നടക്കുന്ന ചർച്ചകളിലൂടെ യുക്തിവാദത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും അതിനുശേഷം പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ആശയം, ഒരു സത്യം എന്താണ് എന്നിങ്ങനെ സത്യാന്വേഷിയായി ഇങ്ങനെ നടക്കുന്ന ഒരു ഘട്ടം, അതിലൂടെ അനാർക്കിസത്തിലേക്ക് എത്തുന്നു. അനാർക്കിസത്തിൽ നിന്ന് അതിനേക്കാളും നല്ല ഒരാശയമായി തൗഹീദിനെ കണ്ടെത്തുന്നു. തൗഹീദിൽ നിന്ന് ഇസ്ലാമിൻ്റെ കൂടുതൽ സൗന്ദര്യം അനുഭവിച്ചറിയുന്നു. അങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കാൻ പിന്നീട് തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ ചില തീരുമാനങ്ങൾ, വലിയ വലിയ അന്വേഷണങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള ഡിസിഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ സംസാരിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് തീരുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.